അപ്പോൾ ഗൈസ് പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഞാൻ ഒരു വീട് എടുത്തു. അതിന്ന് ബാക്കി വന്ന കാശ് കൊണ്ട് ഒരു കാർ എടുത്തിട്ട് സൂപ്പറ കാറ് ഞാൻ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഒരു കുപ്പത്തൊട്ടീന്ന് എനിക്ക് തന്ന വണ്ടിയുടെ പോലെ ആക്കിയിട്ടുണ്ട്. ആ വണ്ടിയായി നിങ്ങൾക്ക് ഈ കാർ ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റ് ചെയ്യാട്ടോ. അതുപോലെ തന്നെ ഈ വീട് ഇഷ്ടപ്പെട്ടോ. ഞാൻ വീടിൻ്റെ ഉള്ളിൽ പോയിട്ട് വീട്ടിൽ എന്തൊക്കെ ഉണ്ടെന്ന് കാണിച്ചു തരാം. ശരിക്കും ഇതൊരു ഫ്ലാറ്റാണ്, അതിലൊരു റൂമാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആ ബെല്ലൈക്കണോടെ അമർത്താട്ടോ, മറക്കരുതിട്ടോ. ഇനി ഈ പച്ചയുടെ മുകളിൽ കയറുന്നല്ല നമ്മൾ വീടിൻ്റെ ആ റൂമിലേക്ക് എത്തുള്ളൂട്ടോ. അങ്ങനെ നമ്മൾ മുകളിലേക്ക് പറന്ന് എത്തിയിട്ടാ. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു ഡൈനിങ് ടേബിൾ ഉണ്ട്, അതുപോലെ തന്നെ ഒരു അടുക്കള പോലെ എന്തൊക്കെയോ കാട്ടി വെച്ചിട്ടുണ്ട് അവർ. പിന്നെ അവിടെ ഭക്ഷണം കഴിക്കണതിന് മുകളിലായിട്ട് കുറേ ബൾബൊക്കെ ഓണാക്കിയിട്ടുണ്ട്. കറണ്ട് ബില്ലൊക്കെ വെറുതെ കളയുന്നേ. പിന്നെ ഇവിടെ എന്തോ വാഷ് ബേസ് അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്, പറയാൻ കിട്ടില്ല. വീട് പുതിയതല്ല, ഇവിടെ ഒന്നുമില്ല. ഇവിടെ നോക്കിയേ മഞ്ഞുമൽ ബോയ്സ് ഇതേം ലോകത്തി മറ്റേ ഉണ്ടാക്കണൻ്റെ പോലെ ഇയാളെ കാണാനായിട്ട്. അപ്പോൾ ഇവിടെ എന്തൊക്കെയോ നമുക്ക് കഴിക്കാനായിട്ട് തോല് മാത്രം വെച്ചിട്ടുണ്ട്. ഫ്രൂട്ട്സ് അവർ കഴിച്ചിട്ട് നമുക്ക് ഇതിലൊന്നും പോയി ഇരിക്കാനുള്ള ഭാഗ്യമില്ല. ഇവിടെ ടി വി ഉണ്ട്, അതിലെന്തോ വെച്ച് കണ്ട് ഇവിടെ പ്രേതം വന്നൊരു സംശയമുണ്ട്. ഞാനിവിടെ ആദ്യമായിട്ടാണ് കയറണത്, പക്ഷെ ടി വി ഒക്കെ ഓണാണ്. മഞ്ഞുമൽ ബോയ്സ് ഇത് വന്നവൻ്റെ കഴുത്ത് പിടിക്കണ ആൾ ഇവിടെ വന്നു കൊണ്ടിട്ടാ ഇയാളെ പിടിച്ചോണ്ട് വരായിട്ട്. ഇവിടെ എന്തോ ഒരു അക്വേറിയം പോലത്തെ എന്തോ, അതിൻ്റെ ഉള്ളിൽ കുറേ ചില്ല എന്തൊക്കെ കിടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ കുറേ ചെടികള്, പിന്നെന്തോ പ്ലാനറ്റ്സ്, ഡ്രസ്സ്. എനിക്കൊന്നും വേണ്ട ഈ പാട്ട ഡ്രസ്സ്, ഞാൻ അതൊന്നും ഇടാറില്ല കേട്ടോ. ഞാൻ ബനിയനും പാൻറ്റും മാത്രമേ ഇടുള്ളൂ. ഇവിടെ കുറേ പടങ്ങൾ. ഞാൻ വീടിൻ്റെ പുറത്തേക്ക് എത്തി. വീടിൻ്റെ മുകളിലൊന്നും ഇല്ലാത്ത പോലെ തോന്നി ഗൈസ്. പെട്ടെന്ന് നമുക്കിതൊന്ന് ഡമ്പലൊന്ന് പൊന്തിച്ച് നോക്കിയാലോ. ഓ മുക്കണ നോക്കിയേ ഇയാളിരുന്നിട്ട് പൊന്തിക്കാൻ പറ്റാണ്ട്. ഒന്നും കൂടി നോക്കാം. ഓ ഓ ഇരുന്ന് മുക്കന്നെ, വേറെ പണിയൊന്നും ഇല്ലല്ലോ. വീണ്ടും വീണ്ടും പൊന്തിക്കാൻ നോക്കുക, എവിടെ നടക്കാൻ. ഇവിടെ എന്തോ കമ്പ്യൂട്ടർ എന്തോ ഉണ്ട് കേട്ടോ. അവിടെ അതിൻ്റെ ഉള്ളിൽ കാറിൻ്റെ എന്തൊക്കെയോ പിക്ചേഴ്സ് ഓണാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു നമ്മുടെ റൂം ഇവിടെയാണ്. കട്ടില് വെറും ഒരു കട്ടില്, പക്ഷെ നല്ല വലിപ്പമുണ്ട് കേട്ടോ. ഇവിടെ ഇരുന്ന് നമുക്കൊന്ന് ഗെയിം കളിച്ച് നോക്കാം. അതിനുള്ള നേരമൊന്നുമില്ല. അപ്പം നമുക്ക് നിലത്തേക്ക് തന്നെ പോകാൻ വേണ്ടി ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് ചാടാൻ നോക്കിയാലോ. നടക്കില്ല, നമുക്ക് ചാടിയൊക്കെ എന്തായാലും ചാടി നിന്നോടെ തന്നെ നിന്ന് ചാടിയുണ്ട്. നമുക്ക് ജനാലയുടെ പുറത്തേക്ക് നോക്കി നോക്കാം. ജനാലയുടെ അപ്പുറത്തേക്ക് എത്തി. ഇപ്പുറത്ത് നിന്ന ആള് മാജീഷ്യൻ്റെ വീടാണോ അത്? മജീഷ്യൻ സാമ്രാജ്യം. ഈ ലിഫ്റ്റ് ഒന്നും വർക്കാവില്ല, ഈ വാതിലൊന്നും വർക്കാവില്ല. ഓൺലി പച്ച കളർ സാധനം. മോളിൽ പോവാ, താഴ്ത്തിക്ക് വരിക. എന്നിട്ടാ മാങ്ങ പറി ചെളിക്കുത്ത്. അതുപോലെ മോളിൽ പോവാ, താഴ്ത്തിടുക, മോളിൽ പോവാ, താഴ്ത്തിക്ക് വരിക. അങ്ങനെ നമ്മൾ വീണ്ടും താഴ്ത്തിക്ക് എത്തി. ഇതാണ് നമ്മുടെ ഡോർ. ഇവിടെ കുറേ പറ്റിക്കണ സാധനങ്ങളുണ്ട് കേട്ടോ. ഡോറ് പോലെ കുറേ എണ്ണം ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്നും പോയിക്കാൻ തലടിച്ച് വീഴല്ലാണ്ട് വേറെ ഉപകാരമൊന്നുമില്ല. ഇതാണ് ഞാൻ മോഡിഫൈ ചെയ്ത സൂപ്പറാ വണ്ടി. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. ഞാൻ നേരത്തേക്കും പറഞ്ഞു ഇഷ്ടമായി അത് കമൻറ്റ് ചെയ്യുക. തലയോട്ടാണ് ഇതിൽ ഫുള്ളും വെച്ചേക്കണേ. ഏതോ സൈക്കോ സൈഡറിൻ്റെ വണ്ടി പോലെ ഉണ്ട്. ഓ ഓ ഓ ഈ വീട് ഫുള്ളായിട്ട് കാണിക്കണം എന്നുണ്ട്, പക്ഷെ കാണിക്കാൻ പറ്റുമോയെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് ഈ കാർ എടുത്ത് ഒന്ന് റൗണ്ട് അടിക്കാം. അങ്ങനെ കാറിൻ്റെ ഉള്ളിൽ വളരെ സാഹസികമായി കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കനെ ബാക്ക് എടുക്കാം. വണ്ടി ഇവിടെ പെട്ടു, ചില്ലിൻ്റെ ഉള്ളിൽ പെട്ടു വണ്ടി. ഗിയറൊക്കെ മാറ്റിയിട്ട് ഇത് ഓണാവണില്ല വണ്ടി. ഓടിക്കറിയാണ്ടത് ഓടിക്കറിയാണ്ടല്ല, വണ്ടി ഓണാക്കി കഴിഞ്ഞാൽ 1 മിനിറ്റ് പോലും നിൽക്കില്ല. അപ്പോൾ ഈ വീണ്ടും ഓഫ് ആവും വണ്ടി. ക്ലച്ച് പിടിക്കണം. ഇയാളും കൂടി ചേർന്നിട്ടാണ് ഈ വണ്ടിയുടെ കോല ഇങ്ങനെ ആക്കിയേ. എന്നെ പറഞ്ഞോ. വണ്ടി അങ്ങനെ റിവേഴ്സ് എടുത്തിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് വണ്ടി. ഞങ്ങൾക്ക് വണ്ടി ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ് വണ്ടി. ആവുമ്പോ ഇതിൽ തന്നെയാ, ഗെയിമിൽ തന്നെയാ. വണ്ടി എങ്ങിട്ടാ പോണേ? ഞാൻ ഇവിടെ നിർത്തിയിട്ട് വണ്ടി പോണ പോക്കണ്ട. 4 മണിക്കൂർ ഇരുന്നിട്ടാണ് ഈ വണ്ടി തീട്ടലുക്കിലേക്കാക്കി മാറ്റിയത്.
എന്നോട് വണ്ടി മോഡിഫൈ ചെയ്യാൻ പറഞ്ഞ ഞാൻ മോഡിഫൈ ചെയ്തു. നല്ല ഭംഗിയില്ലേ? മറ്റേ ബംഗാളികൾക്ക് പോലും വേണ്ട ഈ വണ്ടി. മറ്റേ സെയിലിട്ട് കൊടുത്തു. സെയിലിട്ട് കൊടുത്തപ്പോ അവര് 100 രൂപയ്ക്ക് ഇട്ട് കൊടുത്തിട്ട് പോലും ആരും വണ്ടി മേടിച്ചില്ല. കളർ കണ്ടിട്ട് സാധാ കളറിലാണെങ്കിൽ അവര് ആ വണ്ടി എടുത്തല്ലേ. കാരണം ഇത് 100 രൂപയ്ക്കുള്ള വണ്ടി ഒന്നും ഇല്ല, ഇത് 1,00,000 രൂപയുടെ വണ്ടിയാ. അത് 100 രൂപയ്ക്ക് വെച്ച് കൊടുത്തിട്ട് പോലും അവര് വണ്ടി എടുത്തില്ല. കാരണം എന്താ, അതിന് ക്വാളിറ്റി ഇല്ലാത്തോണ്ട്. ക്വാളിറ്റി ഇല്ലാത്തോണ്ടല്ല, നീ ചെയ്ത വർക്കിന്റെ ക്വാളിറ്റി. അന്ന കൈസ് നിങ്ങൾ പറയാ അവന്റെ വർക്കിന് ക്വാളിറ്റി ഉണ്ടോ? അയ്യോ നല്ല കമന്റ് വേണം ഇടാൻ. എന്നെ തെരൊന്നും വിളിക്കരുത് കമന്റില്. ഓ നമുക്ക് സന്തോഷം കൊണ്ട് ഇയാൾ കടന്ന് ഡാൻസ് കളിക്കാണ്ടില്ലേ ഗൈസ്? എന്താ മറ്റേ മഞ്ഞുമൽ ബോയ്സ് ഉണ്ടക്കണം കടന്ന് ഡാൻസ് കളിക്കുക. വേറെ ലെവല് ഡാൻസില്ലേ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ.